ഈ സോണൽ മാനേജർ സതീഷ്. ഹലോ മാഡം, സതീഷ് സാറെ കാണാൻ വേണ്ടി വന്നതാ. സാർ മീറ്റിംഗിലാ, ഇരുന്നോളൂ. ഇരിക്കേ. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാനാണ് നിങ്ങളെ പോലുള്ളവരൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. സോഫി, എന്താ ഇതൊക്കെ? ഞാൻ വിചാരിച്ചു, അവൻ വിചാരിച്ചു. സോഫി ഫിദിൻ വാണോ, എനിക്ക് കാര്യം നടന്നിരിക്കണം. ഓക്കെ സർ, ഒരാളെ കാണാൻ വന്നിട്ടുണ്ട്. ബാലു, സോറി, ഞാനൊരു മീറ്റിംഗിലായിരുന്നു. കുറെ നേരമായി വന്നിട്ട്. ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. ഓ സോഫി, ദിസ് ഇസ് ബാലു, Nandu's brother. Hello. Sophie, my colleague. Chalo, have some coffee. Yeah. Sophie, I'm coming. Yes, come on. എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? നന്ദു പറഞ്ഞു താൻ പോകുന്നില്ലാന്ന്. ഇല്ല, നാട്ടിൽ തന്നെ എന്തേലും. നന്നായി. അച്ഛനും നന്ദുനൊക്കെ തന്നെ വിട്ടിങ്ങനെ കഴിയുന്നതിൽ വലിയ വിഷമമുണ്ട്. എടുക്കടോ. ഏയ് ഒന്നുമില്ല. മനസ്സിലായി. എനിക്ക് കുറച്ച് ഏജ് കൂടുതലാന്നുള്ളൊരു പരിഭവം തനിക്കുണ്ടെന്ന് നന്ദു എന്നോട് പറഞ്ഞിരുന്നു. ഏയ് അത് നന്ദു ചുമ്മാ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. എന്തേ, അത്രയ്ക്ക് മോശമാണോ? അല്ല, പെണ്ണ് കാണാൻ വന്ന് ബാബുക്കയുടെ പാട്ടൊക്കെ പാടി അച്ഛനെ കയ്യിലെടുത്ത് കേട്ടപ്പോ ഞാൻ കരുതിയ ആളൊരു പഴഞ്ഞിട്ടായിരിക്കുന്നത്. പഴമയ്ക്ക് എന്താടോ കുഴപ്പം? പഴമയുടെ കൂട്ടത്തിൽ പുതുമയും വേണമെന്ന് മാത്രം. ബോബ് മാർലിയുടെ സംഗീതം മാത്രമേ ഉള്ളൂ, അതോ സ്റ്റഫും ഉണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ബോബ് മാർലിയുടെ ടീഷർട്ട് പോലും ഇട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉണ്ടെന്ന് പറഞ്ഞ് പോലീസുകാർ പൊക്കും. മൂപ്പര് മരിച്ച് അടക്കം ചെയ്യുമ്പോൾ അന്ന് ആ ശവക്കല്ലറയ്ക്കുള്ളിൽ പുള്ളിയുടെ ഗിറ്റാറും ഒരു ഫുട്ബോളും പിന്നെ ഒരു കെട്ട് കപ്പും വെച്ചെന്ന് കേട്ടത്. ഒരു ജനറേഷന് മ്യൂസിക്കും വിപ്ലവവും ഇൻജക്ട് ചെയ്ത കലാകാരൻ. നമ്മുടെ പോലീസിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് എന്ത് ബോബ് മാർലി ബാലു. എന്താ ബാലു, പഴയ ചുറ്റികളൊക്കെ എപ്പോഴും ഉണ്ടോ? നന്ദു എല്ലാം പറഞ്ഞല്ലേ. അതിനെന്താണോ? എല്ലാരും വന്നിട്ടുണ്ട്. അളിയ, ഞാനെന്നാ മെല്ലെ ഇറങ്ങാം. എങ്ങോട്ടാ? ഞാനിവിടെ ബാൻഡിന്റെ. നിങ്ങളിവിടെ തിരക്കിലല്ലേ? തിരക്കൊക്കെ അതിന്റെ വഴിക്ക് നടക്കും, താനിരിക്കെ. ഇല്ലളിയാ, പോവാ. ഞാൻ ഡ്രൈവറോട് പറയാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ട് വന്നേ. ഓനെ വിളിച്ചോണ്ടിരിക്കുന്ന. ഓക്കെ, അപ്പൊ എന്നാ ശരി. ബൈ ബൈ. സൂപ്പർ ഗായ്സ്, സൂപ്പർ. ബാലു, ഹലോ, വെൽക്കം ബാക്ക് ബ്രോ. വീണ്ടും നിനക്ക് മടയിലേക്ക് സ്വാഗതം. ഓഹോ, എല്ലാരും കൂടി അറിഞ്ഞിട്ടാണല്ലേ ഇതൊക്കെ? കൊല്ലം 7 ആയല്ലോ പോയിട്ട്. കഴിഞ്ഞോ എഞ്ചിനീയറിംഗ്? മനസ്സിലായില്ലേ? ഇത് ബാലു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാണ് കക്ഷി. ഹായ് ബാലു. ഇത് നിവിൻ, ഡോക്ടറാ. എന്റെ കൂടെ ഇപ്പൊ MS ചെയ്യുന്നു. ഡാ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? പിന്നെന്താ, ഷുവർ. നാളെ വരല്ലേ? ആസ്ഥാന ഗായകൻ വന്നില്ലേ, ഇനിയിപ്പൊ നമ്മളൊക്കെ വേണ്ടി വരുവോ? ആസ്ഥാന ഗായിക